കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, ഇന്ന് എപ്പോഴാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും നടപടികളും എപ്രകാരമാണ്? വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിലാണ് രണ്ട് മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ. എന്തായാലും LDF-ന്റെ നേരത്തേക്കുള്ള തീരുമാനപ്രകാരമാണ് നവകേരള സദസ്സിന് ശേഷം മന്ത്രി ആന്റണി രാജുവും മന്ത്രി അഹമ്മദ് ദേവർകോവിലും സ്ഥാനമൊഴിഞ്ഞത്. അതിനുശേഷമാണ് LDF തീരുമാനപ്രകാരം കടന്നപ്പള്ളി രാമചന്ദ്രനും ഒപ്പം തന്നെ കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിമാരായി ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഈ നിലവിൽ രണ്ട് മന്ത്രിമാരും നേരത്തെ ഉണ്ടായിരുന്ന അഹമ്മദ് ദേവർകോവിലും ഒപ്പം തന്നെ ആന്റണി രാജുവും കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ ആയിരിക്കും പുതിയ മന്ത്രിമാർക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അക്കാര്യത്തിൽ തീരുമാനം എടുക്കുക. എന്തായാലും ഇന്നലെ വൈകുന്നേരമാണ് ഗവർണർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയത്. അതിനുശേഷം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഗവർണർ തിരിച്ചു പോകും. ഈ മന്ത്രിസ്ഥാനത്തിൽ ഉൾപ്പെടെ ഏത് രീതിയിൽ മാറ്റം വരുത്തണോ അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്ക് നിലവിലുള്ള വകുപ്പുകൾ തന്നെ നൽകണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത് അത് ഗവർണറെ അറിയിക്കുന്നതോടെ മന്ത്രിമാരുടെ ഔദ്യോഗിക ചുമതലകൾ കൂടി അവർക്ക് കൈമാറും. എന്തായാലും നേരത്തെ ഈ ചെറു പാർട്ടികളായ ഈ കേരള കോൺഗ്രസും അതുപോലെ തന്നെ INL ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്ക് ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം വെച്ചുമാറുന്ന ഒരു തീരുമാനം ഉണ്ടാകണം എന്ന തീരുമാനത്തിലേക്ക് LDF പോയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോകുന്നത്. എന്തായാലും രാവിലെ ഈ നിയുക്ത മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചത് ഏത് വകുപ്പ് നൽകിയാലും അത് കൃത്യമായി ആ ചുമതല നിർവഹിക്കും എന്നാണ്. നേരത്തെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉൾപ്പെടെ തുറമുഖ വകുപ്പ് മന്ത്രി ആയി ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. നേരത്തെ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും ഒപ്പം തന്നെ ഈ മറ്റ് വകുപ്പുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിയാണ് കെ.ബി. ഗണേഷ് കുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള പരിചയം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി പുതിയ ചുമതലകൾ കൃത്യമായി നിർവഹിക്കും എന്ന ഉറപ്പാണ് ഈ നിയുക്ത മന്ത്രിമാർ നൽകുകയും ചെയ്യുന്നത്. അതിന്റെ രാവിലെ അവർ തിരുവനന്തപുരത്ത് എത്തും. ഗണേഷ് കുമാർ അല്പസമയത്തിന് ശേഷം തിരുവനന്തപുരത്ത് എത്തും. ഇന്നലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇവർ ഇരുവരും മുഖ്യമന്ത്രിയുമായും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷി നേതാക്കളുമായും ഒക്കെ ചർച്ച നടത്തും. അവരെയൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും വൈകുന്നേരം 4 മണിയോടുകൂടി ഇവർ സത്യപ്രതിജ്ഞയ്ക്കായി രാജ്ഭവനിലെത്തുക. 4 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രിയ, കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ടാണ് ചടങ്ങ് നടക്കുന്നത്. വിശദാംശങ്ങളാണ് വിജിൻ നൽകിയത്.